ഈ 100 കിലോ 100 ഒന്നും തോന്നുന്നു കാണിച്ചേ പൊങ്ങുന്നില്ല, പക്ഷെ അനങ്ങുന്നില്ല. എന്നെ കാണുന്ന ആരും കുട്ടികളായാലും മുതിർന്നവരായാലും ഒരു കാരണവശാലും അനുകരിക്കരുത്. സന്തോഷം, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഈ കാറിൽ വന്നിട്ട് എന്തിനാ ഹെൽമെറ്റ് വെച്ചേക്കുന്നേ? ഈ ഹെൽമെറ്റ് അതിന്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്താ. നല്ല ISA മാർക്കുള്ള ഒരു ഹെൽമെറ്റ് ആണ്. അത് ഒരാളുടെ ശക്തി പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന. അതാരാ? ടെർമിനേറ്റർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അർണോൾഡ് എന്ന് പറയുന്ന ഒരാള് വലിയൊരു കക്ഷിയാ. ഇത് മലയാളികളുടെ അർണോൾഡ്, ഇന്ത്യക്കാരുടെ അഭിമാനം, ഇന്ത്യക്കാരുടെ അർണോൾഡ്. അദ്ദേഹത്തിന്റെ ശക്തി പണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് കരുത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നാണ്. നമുക്കൊന്ന് പോയി കാണാം, വീട്ടിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ അഭിഷേടൻ. അഭിഷേടൻ നമസ്കാരം. ഒരുപാട് സന്തോഷം കാണാൻ പറ്റും. നമ്മുടെ ചാനലിൽ എത്ര വർഷം മുമ്പായിരുന്നു? നമ്മളൊരു 4-5 വർഷം മുമ്പായി. 4 വർഷം കഴിഞ്ഞു. ആ സമയത്താണ് നമ്മൾ വീഡിയോ ഇട്ടത്. അന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഇന്നൊരു പരീക്ഷണമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കരിക്കൊക്കെ പൊട്ടിച്ചാർന്ന് എല്ലാം കാണിച്ചത്. അന്ന് ഹെൽമെറ്റ് പൊട്ടിച്ചാർന്ന് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇപ്പോഴും ആ കരുത്തൊക്കെ ഉണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. കരുത്തുണ്ട്, അങ്ങനത്തെ ഒരാളുണ്ട്. പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തായിട്ട് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാ കൂടുതൽ ചെയ്യുന്നത്? ഞാൻ സ്കൂള്, കോളേജ്, അതുപോലെ തന്നെ ഉത്സവം, പെരുന്നാളും എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നല്ല ജനങ്ങളിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടാറുണ്ട്. കാരണം നമ്മളൊരു വെറും തല്ലിപ്പൊട്ടിയതല്ല, ഒരു ഹെൽത്ത് മോട്ടിവേഷൻ ആണ്, അവയർനെസ് ആയിട്ട് നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാന്നുള്ളത്. ഇവിടെയൊക്കെ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് മറ്റേ പലകയല്ല, ഇരുമ്പാണ് കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് അറിഞ്ഞാലോ? ഓക്കെ. ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ISA മാർക്കുള്ള ഹെൽമെറ്റ്. ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് വേറൊരു സാധനം കാണാം, വേറെ സംഭവം കാണാം. അപ്പൊ ഇത് മാറ്റി വെക്കാം അല്ലേ? ഇത് മാറ്റി വെക്കാം. നമുക്ക് ഇത് കണ്ടിട്ട് ISA മാർക്കുള്ള ചുറ്റും നോക്കിക്കോട്ടെ. അതിന്റെ വീതി നീളം ഒക്കെ ഒന്ന് നോക്കിയാൽ കറക്റ്റ് ആയിട്ട്. ഇതാണ് ഇടിച്ച് ഒരടിയുണ്ട്. ഞാനിത് വണ്ണാമ്പഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ മോൾനിലയൊക്കെ കിട്ടുന്ന കട്ടയാട്ടോ. അപ്പോൾ ഞാനൊന്ന് ശ്രമിക്കുകയാണ്. സാധാരണ ചൈനക്കാരൊക്കെയാണ് ഇത്തരത്തിലുള്ള ബ്രേക്കിംഗ് ചെയ്യുന്നത്. കാരണം നല്ല ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്കിത് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിക്കാൻ നോക്കാം. ഇതാണ് നമ്മുടെ പഞ്ചിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ പഞ്ചിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇത് കണ്ടോ ഈ സംഭവം കണ്ടോ? ISA മാർക്കുള്ളതാണ്. നിങ്ങളൊന്ന് ISA മാർക്ക് കാണിച്ചേക്കാം. നമുക്ക് പ്രേക്ഷകരെ കാണിച്ചേക്കാം. ഇത് കണ്ടോ ISA മാർക്ക്? നമുക്ക് നല്ലൊരു സ്ട്രോങ് കട്ടയാണ്, നല്ല വിലയാകുന്ന കട്ടയാണ്. നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് മോൾനിലയെല്ലാം കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കട്ടകളാണ്. അപ്പോൾ പല ആൾക്കാരും ഇത് പണിയുന്ന ആൾക്കാർ എന്നോട് പറയും, ചേട്ടാ ഇത് ബ്രേക്ക് ചെയ്യുന്ന ഇച്ചിരി കട്ടയാണ്. പക്ഷെ നമുക്ക് ചൈനക്കാർക്ക് ഒരു ബദൽ പണി കൊടുക്കണം. നമുക്ക് ഇന്ത്യക്കാർക്ക് ഇതൊക്കെ സാധിക്കും. തീർച്ചയായിട്ടും ഇവിടെയുള്ള യുവാക്കൾക്കും പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. കാരണം നമ്മളാരും ഇതിനു വേണ്ടി ട്രെയിനിങ് ചെയ്യുന്നില്ല, തയ്യാറാകുന്നില്ല. അപ്പം ഞാനൊരു സൂപ്പർ ഹീറോ ആണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയല്ല. ഞാൻ കൊടുക്കുന്ന ഓരോ ഇത് കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം തന്ന ശരീരം നമ്മൾ നേരായ രീതിയിൽ സംരക്ഷിക്കുക. ഇപ്പോൾ എല്ലാ സ്പോർട്സ് രംഗങ്ങളും അറിയാം, നമുക്ക് മരുന്നിൻ്റെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത്തരത്തിൽ പോകാതെ നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവെക്കുക. പ്രജിൻ ചേട്ടനും സന്തോഷ് ചേട്ടനൊക്കെ പരീക്ഷിക്കാൻ കൊണ്ടുവന്ന ഹെൽമെറ്റാണ്. എൻ്റെ ദൈവം, ഇതെങ്ങനെ ബ്രേക്ക് ആവുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഇതെന്നെ കാണുന്ന ആൾക്കാരും കേട്ടോ, നിങ്ങൾ ഒരിക്കലും ഒരു റോങ് മെസ്സേജായിട്ട് എടുക്കല്ലോ കേട്ടോ. കാരണം എല്ലാവരും ഹെൽമെറ്റ് വെച്ച് മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. നമ്മളെന്തായാലും വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് അല്ലെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ തട്ടുന്ന സമയത്താണെങ്കിലും സ്ലോ ആയിട്ട് നമ്മൾ തല ആദ്യം പോയി അടിക്കുന്നത്. അത് സ്പീഡ് കുറഞ്ഞിട്ടാണ് പോയി അടിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഹെഡ് സംരക്ഷിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം നമ്മൾ 2 വീലർ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റാണ്. ഞാനിത് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ആരും ചെയ്യരുത്. കാരണം നമുക്കിതൊരു വളരെ ഫാസ്റ്റായിട്ട് ബ്രീത്ത് എടുത്തിട്ട് നല്ല ഫാസ്റ്റായിട്ടുള്ളൊരു അടി എന്നാലേ ബ്രേക്ക് ആവുള്ളൂ, അല്ലാതെ ഇത് ബ്രേക്ക് ആകില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ തലയെ സംരക്ഷിക്കാൻ ഈ ഒരു ഹെൽമെറ്റ് എപ്പോഴും ഉപകാരപ്പെടും. സാധാരണ ആൾക്കാർ ബ്രേക്ക് ചെയ്യാൻ മടിക്കുന്നൊരു സാധനമാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കൈ ഇറങ്ങിപ്പോവും. അപ്പം നമുക്ക് വലിയ ആക്സിഡൻറ്റ്, നമ്മുടെ കയ്യിലെ ദശയൊക്കെ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് കാണുന്ന ആൾക്കാരും അനുകരിക്കാനായിട്ടും ശ്രമിക്കില്ല കേട്ടോ.
ചെതറിപ്പോയി. നോക്കി ഹെൽമെറ്റിന്റെ അവസ്ഥ കണ്ടോ, അത് മൊത്തം തകർന്ന് മൊത്തം. അല്ല പ്രജന ഇതിന്റെ കട്ടി കണ്ടോ, ഇതിന്റെ കട്ടി കണ്ടോ, കട്ടിയാണ്. അതാണ് നമുക്ക് ഇതിന്റെ അകത്തൂടെ കൈ പോകുമ്പോഴേ ഇത് കത്തി പോലെ തന്നെ ഇരിക്കുന്നത് കണ്ടോ, കൈക്കൊന്നും പറ്റില്ലല്ലോ. ഇല്ല കൈക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് സാധാരണ ആരും അനുകരിക്കരുത് കേട്ടോ, ഇതൊന്നും ആരും ചെയ്തു നോക്കരുത്. ബ്രേക്ക് ചെയ്യുന്നവർ സാധാരണ ഇത് ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണിയല്ല. കാരണം എത്ര കുറഞ്ഞ ഹെൽമെറ്റ് ആണെങ്കിലും കൂടിയ ഹെൽമെറ്റ് ആണെങ്കിലും ബ്രേക്ക് ചെയ്യുന്നവർ കുറവാണ്. ഇത് കൈക്ക് ആക്സിഡന്റ് പറ്റുന്ന ഒരു സംഭവം. അടുത്ത നമുക്കൊരു ഫാന് നാക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു വേൾഡ് റെക്കോർഡിന്റെ പേരിലുള്ളതാണ്. വേൾഡ് റെക്കോർഡ് കിട്ടിയാണ് നാക്കൊണ്ട് കണ്ണ് കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. കണ്ണ് കെട്ടിട്ടാ തീർച്ചയായിട്ടും അത് ടൈമിങ്ങും കോൺസെൻട്രേഷൻ പവറും നമുക്കുണ്ടെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. അപ്പോൾ ഒരു കാര്യമാണ്, ഇത് എന്നെ കാണുന്ന ആരും കുട്ടികളായാലും മുതിർന്നവരായാലും ഒരു കാരണവശാലും അനുകരിക്കരുത്. അത് നമ്മളെല്ലാത്തിനും പറയുവാണ്, ആരും അനുകരിക്കരുത് ഈ കാര്യം. നമുക്ക് കുറേ നാളത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചെയ്യാം, പക്ഷെ നമുക്ക് അതിൻ്റെതായ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും മെൻ്റൽ പവറും ആ ഒരു കപ്പാസിറ്റി എല്ലാം ആയിക്കഴിഞ്ഞാൽ ശേഷം നമുക്ക് ചെയ്യാനായിട്ട് കാണാവുന്നുള്ളത്. കാണത്തില്ലല്ലോ, കാണത്തില്ല. കെട്ടിയിട്ട് സന്തോഷമായിട്ടും കെട്ടിയാൽ മതി. ഇവിടെ നിങ്ങൾ കെട്ടിയാൽ നല്ല സ്പീഡാണ്, പക്ഷേ അല്ലേ നല്ല സ്പീഡിൽ കറങ്ങുവാണ്. ഫാന്റെ കറക്കം എന്ന് പറഞ്ഞാൽ ചെറിയ കറക്കമല്ല, തൊട്ടാലറിയാലോ. അതെ നമുക്ക് തൊടാൻ പോലും ഒരു പേടിയാണ്. നാക്കോണ്ട് നിർത്തി കണ്ണ് കെട്ടിക്കൊണ്ട് റെക്കോർഡ് കിട്ടിയല്ലേ, വേൾഡ് റെക്കോർഡ്. നമുക്കിത് ഒരു കാരണവശാലും അനുകരിക്കാനായിട്ട് ശ്രമിക്കില്ല. നമുക്ക് കൈ തട്ടില്ല. എന്താന്ന് വെച്ചാൽ നമുക്കിത് ടൈമിങ്ങും കോൺസെൻട്രേഷൻ പവറുമാണ്. നമുക്ക് കണ്ണ് കാണത്തില്ലല്ലോ, ആ ഒരു സെൻസിങ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണ് കറക്റ്റ് എടുക്കുന്നത്. എന്തോ പറഞ്ഞ പരിപാടി സന്ധ്യയുടെ ഇത് പൊക്കാൻ വേണ്ടി നോക്കുവോ? ഇതോ ഈ 100 കിലോ 100 ഒന്നും തോന്നുന്നു കാണിച്ചേ. പൊങ്ങുന്നില്ല, പക്ഷെ അനങ്ങുന്നില്ല. ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇത് പൊക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇപ്പൊ ഇത് പൊക്കാൻ പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്. വിളിക്കട്ടെ, നമുക്കൊന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് അഭിഷേകൻ. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ഇതൊന്ന് പൊക്കി കാണിച്ചേ. അഭിഷേകൻ ഇത് 100 കിലോ ഇല്ലയോ? 100 കിലോ കുഴപ്പമില്ല. ബ്രീത്ത് എടുക്കുക. പ്രശ്നം നമ്മൾ തൂങ്ങി കിടന്നിട്ടൊന്നും അനക്കാൻ പറ്റിയിട്ടില്ല. ആ സാധനമായി മേപ്പോട്ട് പോകുന്നത്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പ്രശ്നം ഇതെല്ലാം കൂടെ 15-ന്റെ ഇത്ര എണ്ണം ഉണ്ട്. ഇത് ഏകദേശം 240 കിലോ ഉണ്ട് രണ്ട് വശത്തെയും കൂടെ. പിന്നെ ഇതൊരു 30 കിലോ ഉണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരുണ്ട്. രണ്ടുപേരാന്നോ എത്ര പേരാ? നമ്മൾ 3 പേരൂടെ കയറാൻ പോവാ. എല്ലാരും കൂടി കയറാൻ പോവാ. ഓക്കെ. ഞാനിവിടെ കയറട്ടെ. നോക്കട്ടെ. പ്രജന ഇതിപ്പോ 400 കിലോ മേളിലുണ്ട് കേട്ടോ വെയിറ്റ്. മതി 400 കിലോ വെയിറ്റ് ആണ്. ഇത് ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യനല്ല, ലോകത്തിന്റെ ഉരുക്കു മനുഷ്യനാണ്. അഭിഷേകോ എന്തോ ആരുടെ പിന്നിലും വിജയത്തിനൊക്കെ ഒരാളുണ്ടാവും. തീർച്ചയായിട്ടും. അഭിഷേകിന്റെ പിന്നിലുള്ള ഒരാൾ ആരാണ്? ഇതല്ലേ നിൽക്കുന്നേ, നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് അദ്ദേഹം. സ്റ്റീഫൻ ചേട്ടന് ഉഴവൂരാണ് താമസിക്കുന്നത്. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ JCB അതുപോലുള്ള പിന്നെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് മുതലുള്ള ഒരു പരിചയമാണ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും മാനസികവും ശാരീരികമായിട്ട് എല്ലാ തരത്തിലും ഒരു ഹെൽപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ പുറത്തൊക്കെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിന് ഹിന്ദിയൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന പുള്ളിയാണ് എൻ്റെ കൂടെ വരുന്നത്, എപ്പോഴും ചെയ്യുന്നത്. ഞാൻ അഭിഷേകിനെ അഭിചാരിതമായിട്ട് പരിചയപ്പെടുന്നത് ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ കഴിഞ്ഞ 15 വർഷക്കാലമായി ഇപ്പം എൻ്റെ സുഹൃത്തല്ല, എൻ്റെ സഹോദരനാണ്. അതെ, ആ സഹോദരൻ തുല്യമാണ് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. ഏത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ എൻ്റെ സഹായം ഉണ്ടാവും, ഇനിയും ഉണ്ടാവും.
ഹബീഷന് കിട്ടിയ റെക്കോർഡുകളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. കൂടാതെ പ്രതിന ഇത് മൊത്തം നോക്കി എത്ര എണ്ണമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ തേങ്ങ ബ്രേക്ക് ചെയ്തേനല്ലേ? എത്ര എണ്ണം ബ്രേക്ക് ചെയ്ത്? 146 തേങ്ങ ബ്രേക്ക് ചെയ്തതിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ശരിക്കും ഇത്രയും വലിയ സെറ്റപ്പ് എന്ന് പറഞ്ഞോണ്ടല്ലോ, കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ വന്ന് അടിപൊളിയായിട്ട് വലിയ ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്, ചെയ്തു വെച്ചേക്കുന്നത്. അവിടെയാണ് ജോലി അല്ലേ? 4000 സ്ക്വയർ ഫീറ്റ് ജിമ്മ് തന്നെ നമുക്കുണ്ട്. 4000 സ്ക്വയർ ഫീറ്റ് തന്നെ ഉണ്ട്. ഇപ്പം കേരളത്തിൽ ഒരു കോളേജിനും ഇല്ലാത്ത അത്ര നല്ല എക്യുപ്മെന്റ്സും കാര്യങ്ങളുള്ള ഒരു ജിമ്മ് നമുക്ക് കോളേജിനുണ്ട്, ഇവിടെ ഉണ്ട്. അഭിഷേക് ഇപ്പൊ പ്രോഗ്രാം ഒക്കെ ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ സ്കൂള്, കോളേജ്, അതുപോലെ തന്നെ ഉത്സവം, പെരുന്നാളിനെല്ലാം എൻ്റെ സ്റ്റേജ് ഷോ പോകാറുണ്ട്. അത് കൂടുതലായിട്ട് നമുക്ക് ദൈവം തന്ന ശരീരം കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു, നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. കുറേ ഐറ്റങ്ങളാണ് നമ്മൾ ഈ സ്റ്റേജിൽ തന്നെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു വെറൈറ്റി, കാരണം ഒരുപാട് വേദികളിൽ നല്ല നിറഞ്ഞ കൈയടി കിട്ടാറുണ്ട്. അയ്യോ, ഞാൻ ഈ അടുത്ത സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട ഒരു സ്റ്റേജ് പരിപാടി കണ്ടായിരുന്നു. ഒരുപാട് സ്റ്റേജ് ഷോ അന്നേരം നല്ലൊരു കൈ. അപ്പൊ അഭിഷേക് നമ്പർ ഒന്ന് കൊടുത്തേക്കട്ടെ. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോയുടെ അടിയിൽ കൊടുത്തൊക്കെ എന്നെ വിളിച്ചാൽ മതി. നമ്പർ കൊടുക്കുക. അപ്പം പ്രോഗ്രാമും ചെയ്യാനെത്തും.